ഇവിടെ ഇന്ന് മെയ് 7-ാം തീയതി വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണാത്തതായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവൻ പാതാളങ്ങളിൽ ഇറങ്ങിയെന്ന്. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്.
ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോ, ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, ഇല്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, നീയാണ് പുനരുദ്ധാനം, നീ മാത്രമാണ് പുനരുദ്ധാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡെയിലി ബ്രെഡിൽ ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനമാണ്. നിങ്ങളിത് അച്ഛൻ ഇങ്ങനെ കവളാസ് പൊട്ടിക്കണ പോലെ കാണരുത്. മറിച്ച് നമുക്ക് സ്ഥൈര്യലേപനം ഉണ്ടല്ലേ ക്രിസ്ത്യൻസിനെ. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുക, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ സ്ഥിരപ്പെടുക, അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വാങ്ങിക്കുക. നമ്മൾ പെന്തക്കോസ്ത ദിവസത്തിലേക്ക് ധ്യാനപൂർവ്വം സഞ്ചരിക്കുകയാണ് സഭ. ഞാനിന്ന് തിരിച്ചു പറയണത് ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊക്കെ നമുക്കല്ലേ സ്ഥൈര്യലേപനം, ദൈവത്തിന് എങ്ങനെ സ്ഥൈര്യലേപനം ചെയ്യണം എന്ന് വെച്ചാൽ ദൈവം നമ്മളെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടവനായിരിക്കണം. അത് നമ്മൾ സ്ഥിരപ്പെടുന്നതിനേക്കാളും 1000 മടങ്ങ് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പം നമ്മളെക്കുറിച്ച് നമ്മളോടുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നുള്ള കാര്യത്തിൽ ദൈവം സ്ഥിരപ്പെട്ടവനായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജന്മം മൊത്തം തലകുത്തി നടന്ന് കസരത്ത് കാണിച്ചിട്ടും ഒരു മീഡിയം വളർച്ചയെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്, ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ല എന്ന്. അത് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞായിരുന്നു. അത് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. കാര്യം വെച്ചാൽ സെൻറ്റ് ജോണിൻ്റെ സുവിശേഷമല്ലേ, സെൻറ്റ് ജോണിൻ്റെ ഓരോ അത്ഭുതം കഴിയുമ്പോഴും ഈ നമ്മുടെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമില്ലേ, അതിൻ്റെ ഓരോ സുവിശേഷം കഴിയുമ്പോഴും ഓരോ മിറക്കിൾസ് കഴിയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്ന വാക്കാണത്, അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചു. ഓരോ ഘട്ടം കഴിയുമ്പോഴും പറയും അങ്ങനെ. ഇപ്പോൾ ഉദാഹരണത്തിന് കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി കഴിഞ്ഞ് അതിൻ്റെ പരിസമാപ്തി വരുമ്പോൾ എന്താ പറയണത്? യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ, അതാണ് പോയിന്റ്. എല്ലാ മിറക്കളും കഴിയുമ്പോൾ ഇത് പറയും യോഹന്നാൻ, എന്താണ്? അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴില്ലേ, നിക്കോദേമോസുമായിട്ട് സംസാരിച്ചതിന് ശേഷം യോഹന്നാൻ അതിൻ്റെ കൺക്ലൂഷൻ എഴുതി ചേർക്കുന്നുണ്ട്. അത് മനോഹരമാണ്. അത് യോഹന്നാൻ 3:36
പുത്രനിൽ വിശ്വസിക്കുന്നവന് പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേലുണ്ട്. ദൈവം അവൻ്റെ മേലുണ്ട്. അപ്പം എൻ്റെ മെയിൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നും പറഞ്ഞാണ് ആ 3-ാം അധ്യായം അവസാനിക്കേണ്ടത്. ഇനിയിപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാമത്തെ ഡിസ്കോഴ്സ് ആരുമായിട്ടാണെന്ന് അറിയാമോ? സമറിയക്കാരിയുമായിട്ടുള്ള ഈശോയുടെ ഡിസ്കഷനാണ്. അത് അവസാനിക്കണം എങ്ങനെയാണെന്ന് നോക്കിയേ. യോഹന്നാൻ 4:42. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ അധ്യായം കഴിയുമ്പോഴും ആദ്യം കാനായിലെ സ്ത്രീയെ അവതരിപ്പിക്കും. എന്നിട്ട് പറയും അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയും. പിന്നീട് മൂന്നാമത്തെ അധ്യായത്തിൽ നിക്കോദീമോസിനെ അവതരിപ്പിച്ചിട്ട് പറയും അവനിൽ വിശ്വസിച്ചു, അവന് വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്ന് പറയും. 4-ാം അധ്യായത്തിൽ സമരക്കാരനെ അവതരിപ്പിച്ചിട്ട് ജനങ്ങൾ സമരക്കാരിൽ നിന്ന് സുവിശേഷം കേട്ടതിന് ശേഷം അവളോട് പറയും, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു, അവനാണ് ക്രിസ്തു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഇത് മനോഹരമാണെന്നറിയാമോ? ഇത് കേൾക്കണമെങ്കിൽ ഞാനിത് വേറെ പുസ്തകത്തിൽ നോക്കി പറയണല്ല കേട്ടോ, പഠിച്ച് കമൻറ്റർ നോക്കി പറയണല്ല. എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോണ്ടി പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വെള്ളി കൂടി പോകേണ്ടെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 4 തന്നെ രാജസേവകൻ്റെ കർത്താവ് എൻ്റെ പുത്രൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പിന്നീട് രാജസേവകൻ്റെ റെസ്പോൺസ് കണ്ട യോഹന്നാൻ 4:53 നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബവും മുഴുവൻ വിശ്വസിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 4 അധ്യായങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ഇനി അങ്ങനെ തുടർച്ചയായിട്ട് പറയേണ്ടത് അങ്ങനെ അവനിൽ വിശ്വസിച്ചു എന്ന്. ഓരോ അധ്യായം എഴുതണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഈശോയിൽ വിശ്വസിച്ചു എന്ന്, ഈശോ മനുഷ്യരാശിക്ക് വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ദൈവത്തിൻ്റെ ഏക പദ്ധതിയാണെന്നുള്ളതാണ് യോഹന്നാൻ പറയണത്. അപ്പോൾ യോഹന്നാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും യോഹന്നാൻ പറയും, ഇതിൻ്റെ ഇടയ്ക്ക് പറയവേ കർത്താവിന് അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ലെന്നും പറയും. അതാണ് വിഷയം. അതെന്ത് രസമാണെന്ന് കേൾക്കാൻ. യോഹന്നാൻ 2:24 യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരിക്കുന്നു. മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. എന്തൊരു തട്ടാണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നെന്ന്. ആരൊക്കെ ഇനി റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊരു വല്ലാത്തൊരു വിഷയമാണ് കേട്ടോ. ദൈവതിരുസന്നിധി സ്വീകാര്യനല്ലാത്ത ഒരു വ്യക്തിക്കും വേറൊരാളുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ അവൻ്റെ ജീവിത തടസ്സങ്ങളെ പരിഹരിക്കാനോ ഒന്നും പറ്റത്തില്ല. കാര്യം മനുഷ്യൻ ഉള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നതാണ്. അവനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ ദൈവം അവനറിയുന്നില്ലേ. എന്നുവെച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ റിസ്ക് വേണമെന്നാണ് അർത്ഥം. വഴിയെ പോണവനും വായി നോക്കിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടക്കത്തില്ലെന്ന് അർത്ഥം. അതിന് പേപ്പർ വണ്ടി ചെക്ക് നമ്മൾ എഴുതത്തില്ലേ. ഇപ്പം നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ ഉടനെ ചോദിക്കത്തില്ല എന്താ വണ്ടിയാണെന്ന് ചോദിക്കുക. ഞാൻ ചില സ്ഥലത്തവർക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകൾ പലതും വണ്ടി ചെക്കായി പോകുന്നുണ്ട്. എന്താ കാര്യം? ബാങ്കിൽ പണമില്ലെങ്കിൽ സാധനം മുടങ്ങും. നമ്മളൊരാളിന് ഇപ്പം നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യം തിരക്കേണ്ടത് നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടോയെന്ന് നോക്കണം. ഈ ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണത് എന്തുകൊണ്ടാണ്? ഉടമ്പടി അടിക്കടി ഡെപ്പോസിറ്റ് അല്ലേ. ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും
ഓരോ ഉപപ്രവർത്തനങ്ങളിലൂടെയും ഓരോ വിശ്വാസ കൈമാറ്റ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ആസ്തി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം പിന്നെ നമ്മൾ ചെക്ക് എഴുതിയാൽ പിന്നെ എങ്ങനെ മടങ്ങത്തില്ല. ഉടമ്പടിക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, നമുക്ക് പിന്നീട് കാണാതെ. അപ്പം അതുകൊണ്ട് ചെക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ചെക്ക് മടങ്ങത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ കർത്താവിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകണം. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം കരുതി വെക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കാൻ പറയുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആ സാധ്യതയാണ് ഉടമ്പടിയിൽ വലിയ സൽപ്രവർത്തികൾ നിക്ഷേപമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിക്കാർക്ക് വേറെ, അതുകൊണ്ടാണ് ഈ ഉടമ്പടിയുടെ പ്രേക്ഷിതർ അവർ കൊണ്ടുവന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നിന്ന് ഭരിക്കാൻ കണ്ടില്ല. അവർ സാക്ഷ്യം പറയില്ല, ഈ ചേച്ചിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ചേച്ചിയുടെ പ്രാർത്ഥനയാണ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന്. അതപ്പോൾ കാര്യം അവർക്ക് വണ്ടിച്ചക്കല്ല, അവർക്ക് നല്ല ആസ്തിഭദ്രതയുണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. ഞങ്ങളിപ്പോൾ തുടങ്ങിയത് സ്ഥലത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവം അവനാവട്ടെ അവർ വിശ്വസിച്ചില്ല, കാരണം മനുഷ്യമുള്ളത് എന്തെന്ന് അവന് അറിയാമായിരുന്നു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് എന്താണ്? ദൈവം നമ്മളെ വിശ്വാസത്തിലെടുക്കണം, ദൈവം നമ്മളെ വിശ്വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്ഥൈര്യം. അവനെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിന് സ്ഥൈര്യം ഉണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ കാവ്യശ്രീ പ്രകാശ്. ഞാൻ വരുന്നത് ലണ്ടനിൽ നിന്നുമാണ്. 10 ദിവസത്തെ അവധിക്ക് അമ്മയോട് നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 2023 സെപ്റ്റംബറിലാണ് UK പോയത്. പോകുന്ന സമയത്ത് കുറേ സ്ട്രഗിളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞ് ാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം UK പോകുന്നത്. പോയ ദിവസം തന്നെ എനിക്ക് ഫ്ലൈറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, എന്നാണെങ്കിലും മുന്നോട്ട് പോകുന്തോറും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരും, അമ്മയല്ലാണ്ട് വേറൊരു ആശ്രയം ഇല്ലയെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്നു. എല്ലാവരെയും പോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ പോയത്. പഠിച്ചു. കോഴ്സ് കഴിയാറാകുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം തോന്നി. സാധാരണ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 1 ഇയർ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മളവിടെ PSW എന്ന് പറഞ്ഞൊരു വിസ എടുക്കും. അതായത് 2 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നിട്ട് നമ്മൾ പഠിച്ച് ജോലി കണ്ടുപിടിച്ച് നമുക്ക് അവിടെ നിൽക്കാനുള്ള അതാണ് ശരിക്കും PSW എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇങ്ങനെ പഠിച്ച് കഴിയുമ്പം PSW എടുക്കാതെ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവിടെ ഒരു ജോലി കിട്ടുക, പെർമനൻറ്റ് ജോലി കിട്ടുക എന്നുള്ളൊരു വലിയ സ്വപ്നമായിരുന്നു എൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഞാൻ അവിടെയാണല്ലോ, ഇപ്പോൾ എനിക്കിവിടെ വന്ന് ഓൺലൈനല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അന്നേരം. അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ കൂടി സ്ഥിരമായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നേ, സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കോഴ്സ് കഴിഞ്ഞു. ആ സമയപ്പോഴേക്കും നമ്മളിങ്ങനെ ഒരു 6 മാസമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ. കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും PSW എടുക്കേണ്ട സമയമായി. അപ്പം ഞാൻ അമ്മ മാതാവിനോട് നേരത്തെ ഓൾറെഡി ഓൺലൈനിലായിട്ട് എഴുതി പ്രാർത്ഥിച്ചല്ലോ, എനിക്കിങ്ങനെ PSW എടുക്കരുത്, എനിക്ക് മറ്റൊരു വിസ വേണം. അപ്പം അങ്ങനെ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കത് കിട്ടുവാണെങ്കിൽ ഈ നമ്മൾ PSWന് അത്രയും പൈസ മുടക്കി PSW എടുക്കണ്ടല്ലോ, എനിക്ക് ഡയറക്റ്റ് ജോബ് വിസയിലേക്ക് കയറുകയും ചെയ്യാം. ഞാനാണ് ഇവിടെ ഫാർമസി എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ എവിടെയെങ്കിലും ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ തൈലവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. പക്ഷേ പിന്നെ അവർ വിളിച്ചില്ല. ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയെങ്കിലും പിന്നെ ട്രയലിന് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതായത് പ്രാക്ടിക്കലി നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ട്രയലിന് വിളിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എന്നെ വിളിച്ചില്ല. PSW എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു ജനുവരി ഫസ്റ്റ് വീക്കാണ് നമ്മൾ PSW എടുക്കേണ്ട സമയം. നമ്മളതിന് പൈസ അടയ്ക്കുകയും ചെയ്യണം. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇതിപ്പം മറ്റേ വിസ റെഡി ആയാൽ ഞാൻ അടച്ച പൈസ എൻ്റെ പോകുകയും ചെയ്യുമല്ലോ, എന്നാൽ എന്ത് ചെയ്യും? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 2-ാം തീയതി ആയിരുന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു, എനിക്ക് എങ്ങനെയും ആ ജോലി കിട്ടുമെന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യനായിട്ടായിരുന്നു ആ ജോലി എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ
പ്രാർത്ഥിച്ചത് ഞാൻ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ ഒരു വിസ കിട്ടുവാണെങ്കിൽ ഇനി പേടിക്കണ്ടല്ലോ, മുന്നോട്ട് വർക്ക് വിസയിൽ കയറുകയും ചെയ്യാം, PR-ന് IAS ഒക്കെ കൗണ്ടഡ് ആക്കുകയും ചെയ്യും, പേടിക്കണ്ട, ഒരു സ്റ്റേബിൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവർ പറയും ഇതെന്താ ഇങ്ങനെ ഈ ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ബൈബിളും കൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ബസ്സിലൊക്കെ ഇരുന്നിട്ടായിരുന്നു, ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ സമയത്തെല്ലാം ഈ ബൈബിളും വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. കാരണം അല്ലാത്ത സമയം നമുക്ക് ബൈബിൾ വായിക്കാനുള്ള സമയമില്ല. അപ്പോൾ മാതാവ് ഇതെല്ലാം കണ്ടുകൊണ്ടായിരുന്നു ഇരുന്നേ. അങ്ങനെ കൃത്യം PSW ഞാൻ അപ്ലൈ ചെയ്തു. പൈസ മുടക്കി ഞാനത് PSW വെച്ചു. പക്ഷേ വെച്ച പിറ്റേ ദിവസം എനിക്കിതിങ്ങനെ അവിടുന്ന് സെലക്ഷനാണ്, ട്രയൽ വന്ന് കാണിച്ചോളാൻ പറഞ്ഞു. ട്രയൽ കാണിച്ചു, ഞാനങ്ങനെ വിസയ്ക്ക് വെച്ചു. ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് ആ ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യനായിട്ട് വിസ കിട്ടി, Tier 2 മാറി. അപ്പോൾ എനിക്കതൊരു ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങളോടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ അടച്ച പൈസ എനിക്ക് നഷ്ടമായേനെ. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് എന്നോട് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു PSW ഇനി വെക്കണ്ട, അതങ്ങ് ക്യാൻസൽ ചെയ്തേരെ, വിഡ്രോ ചെയ്തേരെ, നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യൻ ആയിട്ടുള്ള വിസയിലേക്ക് വെച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി. ഒരു 6 മാസത്തോളം കുഴപ്പമില്ലാണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്ട്രഗിൾസ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്കറിയാം അമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും അമ്മ എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസായി എന്നെ സംബന്ധിച്ചിടത്തോളം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ജോലിയിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അത് ഈ വിസ കിട്ടിയിട്ട് പോലും, അപ്പോൾ കൂട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഇങ്ങനെ ചോദിക്കുമല്ലോ, പിന്നെ അവരെന്നോട് ചോദിച്ചു തുടങ്ങി എനിക്ക് വിസ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു മനുഷ്യർക്കും എൻ്റെ ബാച്ചിൽ പഠിച്ചവർക്കോ എൻ്റെ കൂടെ അവിടെ നിന്നവർക്കോ, ഇപ്പോൾ കെയർ ഹോമിലൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വിസ കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അങ്ങനത്തെ വിസകളല്ല, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് 6 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ വിസ എങ്ങനെയാലും തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വിസ കിട്ടിയപ്പോൾ എന്നെ പുച്ഛിച്ച് പറഞ്ഞവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങി കാവ്യക്ക് ഇതെങ്ങനെ വിസ കിട്ടിയേ, കാവ്യ ഇതെങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഒറ്റ റീസണേ ഉള്ളൂ, അമ്മ മാതാവ് ഇങ്ങനെ കൃപാസനം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ കുറേ പേർക്ക് അതിൽ വിശ്വാസമായി. ഇങ്ങോട്ട് പോകുന്ന സമയത്തും കുറേ പേര് എന്നോട് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ, മാതാവിനോട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞാനൊരു അത്ഭുതമായി, ഇത് എനിക്ക് മാത്രം ഇതെങ്ങനെ ജോലി കിട്ടി. ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ച ഒരു മനുഷ്യർക്കും ജോലി ആയിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ UK കണ്ടീഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ജോലി കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിപ്പെൻഡൻറ്റ് വിസയില്ല, അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. എല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കൂടെ വന്നവരെല്ലാവരും. അപ്പോൾ എനിക്കിതെങ്ങനെ ഒരു 2 കൊല്ലം മുന്നേ എങ്ങനെ ജോലി കിട്ടിയെന്നാണ് ഇപ്പോഴും അവരെന്നോട് ചോദിക്കുന്നത്. പിന്നെ അടുത്ത സ്ട്രഗിൾ എന്താ വന്നതെന്ന് വെച്ചാൽ ഈ ജോലിയിൽ പ്രവേശിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനി ക്രൈസിസിലായി, ഫിനാൻഷ്യൽ ക്രൈസിസിലായി. അവർക്ക് മുന്നോട്ട് ഇത്രയും സ്റ്റാഫുകൾ ഒത്തിരി സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ മുന്നോട്ട് റൺ ചെയ്ത് പോകാനായിട്ട് ഡിഫിക്കൽട്ടായി. പക്ഷെ അവരന്നേരം ഞങ്ങൾക്ക് മെയിൽ പറഞ്ഞ് തന്നുകൊണ്ടിരുന്നത് പിന്നെ നെക്സ്റ്റ് ശരിയാകും, 1 മന്തിനുള്ളിൽ റെഡിയാക്കാം, നിങ്ങളാരും ടെൻഷൻ ആവണ്ട എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയിലും ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്തു. ഒത്തിരി ബുദ്ധിമുട്ടേണ്ടൊന്നും വന്നില്ല. വിത്തിൻ 1 വീക്ക് അടുത്തടുത്ത് ജോലി കിട്ടി. അവിടെ ഇതുപോലെ ട്രയലിന് ചെന്നു. ട്രയലിന് പോയ എല്ലായിടത്തും ഉപ്പായിരുന്നു എൻ്റെ ആയുധം. ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്, ആരും ചവിട്ടാതെ ഒക്കെ ഞാൻ ഒരു തരത്തിൽ ഞാനത് മാനേജ് ചെയ്തു. അങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ചു. ആ ട്രയൽ കഴിഞ്ഞ് വീട്ടിൽ വന്നില്ല, അപ്പോൾ തന്നെ എൻ്റെ എംപ്ലോയർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ റെഡിയാണ്, എനിക്ക് അവർ സ്പോൺസർഷിപ്പ് തരാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വിസയിലേക്ക് മാറി 3-ാം ദിവസം എൻ്റെ പഴയ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ക്യാൻസലായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്പോൺസർഷിപ്പിൽ നിന്ന് എല്ലാവർക്കും മെയിൽ വന്നു, ഗവൺമെൻറ്റിൽ നിന്ന് നിങ്ങൾ 3 മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. കൂടെയുള്ള എല്ലാവരും പാനിക്കായി. അന്നേരം അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3 ദിവസം മുന്നേ തന്നെ അടുത്ത എംപ്ലോയർ എടുത്ത്, അതായത് അടുത്ത കമ്പനിയിൽ അടുത്ത വിസ അടിച്ചു. കൂടെയുള്ളവർക്ക് ആർക്കും കിട്ടാത്തൊരു ശരിക്കും ഒരു ഭാഗ്യമാണ് എൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരോടും ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഞാൻ പറയുകയാണ്, അമ്മ മാതാവിനോട് കരഞ്ഞ് അമ്മ മാതാവിനെ കൂടെ പിടിച്ച ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. അതെൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഇനി ഞാൻ നാട്ടിൽ വരുന്നത്, ഇപ്പം ഞാൻ 3 കൊല്ലമായി പോയിട്ട് ഇതിപ്പം 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞിരുന്നു ഇനി നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ജോലി വിസ, എനിക്ക് അമ്മ മാതാവ് ജോലി തന്നാൽ ജോലി കിട്ടിയിട്ട് മാത്രമേ ഞാൻ നാട്ടിലോട്ട് പോകുന്നുള്ളൂ
എന്ന് പറഞ്ഞിരുന്നു. കാരണം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യണം. അപ്പോൾ അമ്മ മാതാവിനോട് അമ്മയ്ക്ക് അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് വർക്ക് വിസ കിട്ടി മാത്രമേ ഞാൻ നാട്ടിലേക്കുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പം ജോലിക്ക് മുന്നേ അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി അമ്മ തരികയാണെങ്കിൽ എൻ്റെ ജോലിയുടെ ഒരു നിശ്ചിത ഭാഗം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചോളാം. അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ പോട്ടൊക്കെ ഉണ്ടാക്കി എല്ലാ മാസവും സാലറി കിട്ടുന്നത് ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കാറുണ്ട്. പാവങ്ങളെ സഹായിക്കാറുണ്ട്. ഞാൻ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വൃദ്ധസദനമുണ്ട്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ എല്ലാ മാസവും അവിടുത്തെ അമ്മമാർക്കും അപ്പന്മാർക്കൊക്കെ പൈസ കൊടുക്കാറുണ്ട്, രോഗികളെ സഹായിക്കാറുണ്ട്. കഷ്ടപ്പെടുന്നവർ എന്നാൽ ആവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ ഇടാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ മൂലം ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു കൃപാസനത്തിലേക്ക് വരാനും ഒക്കെ ഒത്തിരി പേരോട് ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ ജോലി തന്നെയാണ് മെയിനായിട്ടുള്ള സാക്ഷ്യം. പക്ഷേ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമാണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇവിടെ വരാനും അറിയാനും ഒക്കെ. പിന്നെ ബൈബിളൊക്കെ എഴുതാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്, ബൈബിൾ എഴുതാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് അച്ഛൻ രാവിലെ നമുക്ക് സമയത്തിൻ്റെ UK എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഇവിടെ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഒരു 2-3 മണിക്കൂർ എങ്ങനെയാണേലും മാതാവിൻ്റെ ഇവിടെ വരുന്ന അവർ പറയുന്ന സാക്ഷ്യം കേൾക്കാനും ധ്യാനം കൂടാനും ഒക്കെ ഞാൻ ചിലവാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അമ്മ മാതാവിനെ മുറുകെ പിടിച്ചോളുക. എന്താണേലും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം അമ്മ മാതാവ് നേടിത്തരും. അമ്മയോട് ഞാൻ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അമ്മയോട് ഞാൻ ക്ഷമ പറയുന്നു. ഇപ്പോഴാണ് എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത്. ഇനിയും ചെറിയൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അതെനിക്കറിയാം. ഇനി നെക്സ്റ്റ് ടൈം പോയിട്ട് വരുമ്പോൾ അമ്മ എനിക്കതും സാധിച്ചു തരും. എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഹബക്കുക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കുവാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഡോക്ടർ കാവ്യശ്രീ എന്ന ഈ മകളുടെ വളരെ തിഷ്ഠതയുള്ള ഹൃദയസന്തോഷമുള്ള സാക്ഷ്യമാണ് നാം കേട്ടത്. ഫാംഡി പഠിച്ച് UK ചെന്ന് തുടർ പഠനത്തിന് ശേഷം മറ്റെല്ലാവരും ഇപ്പോഴും കെയർ ഹോമിലും ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളിലും PSW വിസയിലും ഒക്കെ ഇവിടെ തുടരുമ്പോൾ അമ്മ മാതാവ് ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നതുപോലെ പഠനം പൂർത്തിയാകുവാൻ കാത്തിരുന്നത് പോലെ മകൾക്ക് വർക്ക് വിസ കൊടുത്ത് അനുഗ്രഹിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. എന്നാൽ ജോലി തുടങ്ങിയ ഇടം ആ കമ്പനി ഒന്ന് ഷെയ്ക്കായപ്പോൾ അത് ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അമ്മ എങ്ങനെയാണോ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നത് അതിന് തന്നെ തുടർച്ചയാണ് കാണിച്ചു കൊടുത്തത്. അവിടെ ഒരു പ്രശ്നം വരുന്നതിന് 3 ദിവസം മുമ്പ് പുതിയൊരിടത്ത് മകൾക്ക് ഇൻ്റർവ്യൂവും അവിടെ മകൾക്ക് തുടർ സ്പോൺസർഷിപ്പും കൊടുത്തുകൊണ്ട് ആ വിസ കണ്ടിന്യൂ ചെയ്യുവാനുള്ള സാഹചര്യമാണ് ക്രമീകരിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് 3 മാസത്തിനുള്ളിൽ മറ്റൊന്ന് കണ്ടെത്തിയില്ലെങ്കിൽ തിരികെ നാട്ടിലേക്ക് കയറിപ്പോരേണ്ടി വരുന്ന വളരെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ മകൾ കടന്നു പോകേണ്ടി വരുമായിരുന്നു. ഉടമ്പടി എപ്പോഴും നമ്മളെങ്ങനെ അമ്മയോടുള്ള ജീവിതബന്ധം സൂക്ഷിക്കുന്നുവെന്നത് പ്രധാനപ്പെട്ടതാണ്. ആ ജോലി കിട്ടിയപ്പോൾ തുള്ളിച്ചാടി ഉടമ്പടി ഉപേക്ഷിച്ച് ജീവിതം പഴയപടിക്ക് കൊണ്ടുപോയി ജീവിതത്തിൻ്റെ ഒത്തിരി പുതിയ കാര്യങ്ങളിൽ സന്തോഷങ്ങളിൽ കാഴ്ചകളിലൊക്കെ മാറ്റിമറിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ വന്ന് നമ്മുടെ ജീവിതത്തെ സങ്കടങ്ങളിലേക്ക് നയിക്കും. മോള് പറയുന്നുണ്ട്, എനിക്കൊരു പക്ഷേ വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുവാനുള്ള സമയമൊന്നും കിട്ടില്ല, പക്ഷേ യാത്രയ്ക്ക് എനിക്ക് 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ബൈബിൾ എൻ്റെ ഒപ്പം കൊണ്ട് നടക്കുകയും ഞാൻ കിട്ടുന്ന 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് വായിക്കുവാനായി ശ്രമിക്കുകയും ചെയ്യും. അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ അമ്മ മാതാവിനോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുന്നതിന് എനിക്ക് എങ്ങനെ ഒരു സമയം അമ്മയ്ക്ക് കണ്ടെത്തുവാനാകുമോ കണ്ടെത്തിക്കൊണ്ട് എൻ്റെ ജീവിതം കൊടുക്കുവാൻ തയ്യാറാണ്. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ധ്യാനങ്ങൾ കൂടുന്നതിന് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് അമ്മയുമായിട്ടുള്ള ആ ഒരു ലിങ്ക് നഷ്ടപ്പെടാതെ എന്നും നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പരിശ്രമം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ അമ്മ മാതാവുമായിട്ടുള്ള
ഈ ലിങ്ക് നഷ്ടപ്പെടാതെ, ബന്ധം നഷ്ടപ്പെടാതെ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെടുവാൻ തക്കവിധം ജീവിതത്തിൻ്റെ സന്തോഷകാലത്തും ക്ലേശകാലത്തും സമൃദ്ധിയുടെ നാളുകളിലും ഇല്ലായ്മയുടെ നാളുകളിലും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ അമ്മയോടൊപ്പമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആപത്ത് വരാതെ അമ്മ നിങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് മാറ്റി സുരക്ഷിതരാക്കുന്നത് കാണുവാൻ പറ്റും. അതാണ് ഈ മകൾ പറയുന്നത്, എനിക്ക് അമ്മ ഒരിക്കലും പരാജയം നൽകിയില്ല. പരാജയപ്പെടുമ്പോൾ അമ്മയെ ഉപേക്ഷിക്കാമോ? ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഞാനിപ്പോൾ ഒരു കഷ്ടതയിലൂടെ, സാമ്പത്തികമായ നഷ്ടത്തിലൂടെ, ജോലിയില്ലായ്മയിലൂടെ, കുടുംബത്തിനിത്തിരി ഭിന്നിപ്പിലൂടെ ഒക്കെയാണ് പോകുന്നതെങ്കിലും എനിക്കറിയാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ കരങ്ങളിലാണെങ്കിൽ എൻ്റെ ജീവിതം കടന്നു പോകുന്ന ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം അമ്മ നൽകും. ഈ കാലാവസ്ഥകളെ മാറ്റിത്തരും, ഈ വ്യക്തികളെ, സാഹചര്യങ്ങളെ മാറ്റിത്തരും. ജീവിതം സമൃദ്ധിയിലും സുരക്ഷിതത്വത്തിലും മുന്നോട്ട് പോകുവാനാവുന്ന വഴികൾ ഈ അമ്മ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അമ്മ സൃഷ്ടിച്ചു തരുന്ന സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ജീവിതം കണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് പറയും, അമ്മയെ വിളിക്ക്, അമ്മ കൂടെ നിന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുമെന്ന്. മകളതാ പറയുന്നത്. മകളിങ്ങനെ ബൈബിൾ വായിച്ച് നടക്കുമ്പോൾ, പ്രാർത്ഥന ചൊല്ലി നടക്കുമ്പോൾ കൂടെയുള്ള ഒത്തിരി പേർ ചോദിക്കും, നീ എന്താ ഇത്ര കണ്ട് ചെയ്യുന്നേ, നീ എന്താ ഇത്ര കണ്ട് ചെയ്യുന്നേ? ജീവിതം കാണിച്ചു കൊടുത്ത് കവിശ്രീ മറ്റുള്ളവരോട് പറയുന്നു, ഇത് ഞാൻ എൻ്റെ കൃപാസന മാതാവിനോട് എൻ്റെ ജീവിതം കൊണ്ട് നിരന്തരമായ ഒരു വിശ്വസ്തതയുടെ ബന്ധം സൂക്ഷിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് ഒത്തിരി ആപത്തുകളിൽ നിന്ന്, ഒത്തിരി ക്ലേശങ്ങളിൽ നിന്ന്, ഒത്തിരി എനിക്കുള്ള സമയനഷ്ടങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നുവെന്ന ഈ മകൾക്ക് ലഭിച്ച വലിയ സന്തോഷത്തിന്, ദൈവാനുഗ്രഹത്തിന്, ആപത്ത് സമയത്ത് ലഭിച്ച സംരക്ഷണങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ വിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ, ഇതെൻ്റെ മകൻ അയാൻ. ഞങ്ങൾ വരുന്നത് UK നിന്നുമാണ്. നാട്ടിൽ ഞങ്ങൾ കോലഞ്ചേരി എന്ന സ്ഥലത്താണ്. 2022 ജാനുവരിയിലാണ് ഞാനിവിടെ ആദ്യമായി കൃപാസനത്തിൽ എത്തുന്നത്. അത് എൻ്റെ അമ്മ വഴിയാണ് ഞാനിവിടെ എത്തുന്നത്. അമ്മ അതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിനോടകം തന്നു കഴിഞ്ഞു. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ലഭിച്ച ജോലിയെ പറ്റിയാണ്. ഞാൻ 2022 ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദുബായിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നമുക്ക് UK ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിരുന്നത് IELTS എന്ന് പറയുന്ന ഒരു കടമ്പ നമുക്ക് കടക്കേണ്ടിയിരുന്നു. ജോലിയും അതുപോലെ തന്നെ IELTS പഠനവും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അന്ന് എൻ്റെ മകൻ വളരെ ചെറുതാണ്, അവന് ഏകദേശം 1-1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്നും ഓൺലൈനായിട്ടാണ് IELTS പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ 2 തവണ IELTS ഏകദേശം ഒരു മാസക്കാലമാണ് ഞാൻ IELTS ട്രെയിനിങ് എടുത്തത്. അതിനുശേഷം ഞാൻ IELTS എക്സാം നമ്മൾ ഷാർജയിലാണ് എക്സാം സെൻറ്റർ എടുത്ത് ഞാൻ IELTS എക്സാം എഴുതാൻ പോയി. എഴുതാൻ പോകുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയവും എല്ലാം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാം ചെയ്തിട്ടാണ്. അതുപോലെ മാതാവിൻ്റെ ഉപ്പ് അത് ഞാൻ കുറച്ച് എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന എക്സാം എഴുതാനായിട്ട് ഈ സെൻറ്ററിലേക്ക് ചെല്ലുന്നത്. എക്സാം എഴുതുന്ന സെൻറ്ററിൻ്റെ സൈഡിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് നമ്മൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് എഴുതാനായിട്ട് കയറിയത്. 2 തവണ ഞാൻ IELTS എക്സാം എഴുതാൻ പോയപ്പോഴും ഈ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. 2ാമത്തെ തവണ എക്സാം എഴുതാൻ പോയപ്പോൾ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനിയും ഇതിലേക്ക് എക്സാം എഴുതാനായിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് വരാൻ എനിക്കൊരു അവസരം ഉണ്ടാകരുത്, ഇതായിരിക്കണം ലാസ്റ്റത്തെ ഒരു എക്സാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന്
പ്രാർത്ഥിച്ചിട്ടാണ് IELTS എക്സാം എഴുതാൻ കയറുന്നത്. എനിക്ക് 2 തവണ ഞാൻ എക്സാം എഴുതിയപ്പോഴും എനിക്ക് 2 തവണ ലഭിച്ചത് ഒരേ സ്കോർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചു, ഈ ഒരു സ്കോർ മതിയോ എന്നുള്ള ഒരു രീതിയിലുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ വളരെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ എനിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലേക്ക് ആ ഒരു സ്കോർ മതിയായിരുന്നു. അതിൽ ഒരു പോയിൻ്റ് സ്കോർ പോലും അവർക്ക് കൂടുതൽ വേണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയതും മാതാവിൻ്റെ സഹായം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് UK ആരും തന്നെ ബന്ധുക്കളോ അതുപോലെ തന്നെ ആരും തന്നെ എൻ്റെ പരിചയക്കാരും തന്നെ UK വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ സെയിം ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരികയാണെങ്കിൽ പുള്ളിക്കാരിനെ കോണ്ടാക്റ്റ് ചെയ്യാനും ഒരു സഹായം ആകുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഈ സെയിം ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ചാൻസ് കിട്ടണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന സമയത്തെല്ലാം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ സെയിം ഹോസ്പിറ്റലിലേക്ക് ഒരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെ ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ആ ഹോസ്പിറ്റലുകാരെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഏകദേശം ഇവിടുത്തെ നമ്മുടെ ദുബായ് ടൈം 2 മണിക്കാണ് ഇൻ്റർവ്യൂ അവർ പറഞ്ഞത്. ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ നമ്മുടെ ദുബായിലുണ്ടായിരുന്ന ലൈൻ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് ഹാഫ് ഡേ തന്നെ ഏതെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും തിയേറ്ററിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്കൊരു ഹാഫ് ഡേ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ മാനേജർ യാതൊരു മടിയും കൂടാതെ പുള്ളി എന്നോട് പറഞ്ഞു, നീ എടുത്തോ, ഹാഫ് ഡേ എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്ത് അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിൻ്റെ ദിവസം രാവിലെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലമൊക്കെ തൊട്ട് ഞാൻ ഹാഫ് ഡേ എടുത്ത് ഇറങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്ന് 2 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ വരുമല്ലോ. വീട്ടിൽ വന്നതിന് ശേഷം ഓൺലൈനായിട്ട് സമാധാനപരമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. വണ്ടി എനിക്ക് കിട്ടിയില്ല. ഒരു ടാക്സി ആ ഒരു സമയത്ത് ഒരു ടാക്സി പോലും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡിൽ വളരെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട്, ആംബുലൻസിൻ്റെ സൗണ്ട്, നമുക്കൊന്നും കേൾക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ ഫോണിനകത്ത് പ്രാർത്ഥിച്ച് ഒരു 100 തവണ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഔട്ട്സൈഡിലാണ് നിൽക്കുന്നത്, എനിക്കൊന്നും കേൾക്കാൻ വയ്യ. അവർ ചോദിച്ചു എന്തൊക്കെയോ, ഞാനും പറഞ്ഞു. ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ഞാൻ കുറച്ച് പിന്നീട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് വെച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ ഇത് കിട്ടുമോ ഇല്ലയോ, കാരണം ഞാൻ പറഞ്ഞത് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ അതാണോ അതോ ഞാൻ പറഞ്ഞ റിപ്ലൈ അത് തന്നെയാണോ, അതിനുള്ള ആൻസർ ആണോ എന്ന് അപ്പോഴും എനിക്ക് കൺഫ്യൂഷനായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള മെയിൽ വന്നു, നമ്മൾ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി എന്ന് മെയിൽ വന്നു. മാതാവിൻ്റെ കൃപ, തിരുക്കുമാരൻ്റെ കരുണ ഞങ്ങളെ അവിടെയും അനുഗ്രഹിച്ചു. 1 രൂപ പോലും മുടക്കാതെയാണ് ഞാനും എൻ്റെ കുടുംബവും ഞാൻ അവിടെ ജോലിക്ക് ചെല്ലുന്നത്. സാധാരണ ലക്ഷങ്ങളൊക്കെ മുടക്കിയാണ് UK ആളുകൾ പോകുന്നത്. എൻ്റെ ഭാഗത്തു നിന്നും 1 രൂപ പോലും മുടക്കാതെ എൻ്റെ അവസ്ഥ ഏകദേശം മാതാവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളങ്ങനെയാണ് UK എത്തുന്നത്. പിന്നീട് ഇപ്പം അവിടെ ഞാൻ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്ടീഷണറായിട്ട് ഏകദേശം 3 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. നല്ലൊരു ഹോസ്പിറ്റലും നല്ല കൊളീഗ്സിനെയൊക്കെ തന്ന് മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പറയാനുള്ളത് എൻ്റെ മകൻ്റെ കാര്യമാണ്. അവന് ഏകദേശം 2 വയസ്സുള്ള സമയത്താണ് അവനെ ഞങ്ങൾ UK കൊണ്ടുപോകുന്നത്. അവൻ്റെ നേഴ്സറി വിദ്യാഭ്യാസം അവിടെ തന്നെ ആയിരുന്നു. നേഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം നേഴ്സറി ചെന്ന് ഏകദേശം ഒരു 3-3.5 മാസമായി അവൻ്റെ ടീച്ചർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവനെ പടം വരയ്ക്കാനും ഡ്രോയിങ്ങും അങ്ങനെ ആക്ടിവിറ്റീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവൻ വളരെയധികം പിന്നോട്ട് നിൽക്കുന്നു. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവൻ പിന്നോട്ട് നിൽക്കുന്നു. നിങ്ങളൊരു ഡോക്ടറെ പോയി ഒരു GP കൺസൾട്ട് ചെയ്ത് അവനെ ഒന്ന്
കാണിക്കുന്നത് നന്നായിരിക്കും എന്ന് ആ ടീച്ചർ നമ്മളെ വിളിച്ചു പറഞ്ഞു. മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലായിരുന്നു. കാരണം ഇത് വളരെ ലേറ്റായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞതിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായിരുന്നു. അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം, സ്കൂൾ വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മേനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ കയ്യിൽ മാതാവിൻ്റെ തൈലമല്ല ഇരിക്കുന്നത്, വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഒരു തുള്ളി തൈലം അവൻ്റെ നാക്കിൽ തൊട്ട് കൊടുക്കാൻ. ഞാൻ അതുപോലെ തന്നെ അമ്മ പറഞ്ഞ മാതിരി തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നീട് ഒരിക്കലും ഒരു ടീച്ചർമാരും അവനെപ്പറ്റി അവനൊരു പ്രോബ്ലം ഉള്ളതായിട്ടോ അവനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. 2 ദിവസം മുമ്പ് അവന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ പഠിക്കുന്ന റിസപ്ഷനിലാണ്. മീറ്റിംഗ് ഉണ്ടായിരുന്നു. ടീച്ചർമാർക്കെല്ലാം തന്നെ അവനെപ്പറ്റി നല്ല അഭിപ്രായം പറയുകയാണ്. മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണമാണ് എൻ്റെ മകൻ അവിടെ കിട്ടിയത്. പിന്നീട് പറയാനുള്ളത് ഇവൻ്റെ തന്നെ വേറൊരു കാര്യമാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഇവനെ സ്കൂൾ വിട്ട സമയത്ത് ഹസ്ബൻഡാണ് കൂട്ടാൻ പോയത്. ഹസ്ബൻഡിൻ്റെ കൂടെ ടീച്ചർമാർ ഇവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഇവനും വേറൊരു കുട്ടിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കൂടെ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡ് കണ്ടതാണ്. പിന്നീട് ഹസ്ബൻഡ് അപ്പോൾ ഒരു കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ കാണാനില്ല. എല്ലാവരും ഈ ബ്ലാക്ക് കളർ ജാക്കറ്റ് ഇട്ട് പേരൻസ് എല്ലാം വരുന്നത് തണുപ്പായതുകൊണ്ട് ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും പേരൻസിൻ്റെ കൂടെ പോയോ എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ഹസ്ബൻഡാണെങ്കിൽ ആകെ ടെൻഷനായി പോയി. ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും പെട്ടെന്ന് അവിടെ വന്ന ടീച്ചർമാരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ ഫ്രണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്തു. സ്കൂളിൻ്റെ എല്ലാ ഗേറ്റും ക്ലോസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അവർ ഓരോ ക്ലാസ് റൂമും കയറി ഇറങ്ങി ചെക്ക് ചെയ്തിട്ടും ഇവനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. കാരണം അവർ ടെൻഷൻ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കാർ പാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു തോട് പോലെ അത്യാവശ്യം വെള്ളമുണ്ട്, നല്ല രീതിയിൽ വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മളെ ഈ താറാവൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിള്ളേരെങ്ങാനും നോക്കി നിന്ന് അതിലേക്ക് എങ്ങാനും വീണു പോവുമോ എന്നൊക്കെയായിരുന്നു ടീച്ചർമാരൊക്കെ ചിന്തിച്ചതും ഹസ്ബൻഡ് അടക്കം ചിന്തിച്ചത് അങ്ങനെയാണ്. ആ ഒരു ടൈമിൽ ഇവൻ്റെ ടീച്ചർ പറഞ്ഞു, എന്നാൽ നമുക്ക് സെയിൽസ്ബറി എന്ന് പറയാൻ തൊട്ടടുത്ത് സെയിൽസ്ബറിയുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെയാണെങ്കിൽ ഒരുപാട് ഈ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടികളെ കൊണ്ടുപോയോ തട്ടിക്കൊണ്ടുപോയോ എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആ സാറ് തന്നെ ഒരു 2-3 തവണ ആ സെയിൽസ്ബറിയുടെ അകത്തും അതിൻ്റെ പുറത്തും ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ഇവനെ കണ്ടില്ല. അപ്പോൾ ടീച്ചർ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇനി നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പോലീസിനെ അറിയിക്കണം, അതല്ലാതെ വേറെ ഓപ്ഷനില്ല. അവർ വന്ന് ചെക്ക് ചെയ്യട്ടെ, ക്യാമറയൊക്കെ ചെക്ക് ചെയ്യാതെ ഇനിയിപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല ഞാനൊന്നും കൂടി പോയി നോക്കട്ടെ, സെയിൽസ്ബറിയുടെ അവിടെ ഞാനൊന്നും കൂടി ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഒന്നോടെ ചെന്ന് നോക്കിയ സമയത്ത് ഇവൻ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ മാതാവ് പിടിച്ചു നിർത്തിയ മാതിരി പുള്ളി ആ കാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല, പുള്ളിയും പേടിച്ചു പോയി. കാരണം ഇത്രയും സമയം വേറെ ഒരു കാറിന് മുമ്പിൽ പോയിരുന്നില്ല. കാരണം പാർക്കിംഗ് ആണ്, അത്യാവശ്യം കാറുകളെല്ലാം വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഒരു വണ്ടിയുടെയും ഫ്രണ്ടിലേക്ക് ചാടാതെ പുള്ളി കറക്റ്റായിട്ട് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നു. അതിൽ മാതാവിനെ ഒരുപാട് നന്ദി പറയണു. എന്നിട്ട് മകൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. മാതാവിന് അത്രമാത്രം ഞങ്ങളെപ്പോഴും പറയും, അവനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന മാതാവാണെന്ന് പറയും. മാതാവും തിരുക്കുമാരനാണ് അവനെ എപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാറുണ്ട്. പിന്നീട് പറയാനുള്ളത് UK-യിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് ആദ്യം ചെന്ന സമയത്ത് 3 മാസം ഹോസ്പിറ്റലുകാർ അക്കോമഡേഷൻ തന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറണം. ആ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാറണം. അതുപോലെ എൻ്റെ ഫാമിലി ആ സമയത്ത് നാട്ടിലായിരുന്നു. എനിക്ക് ഫാമിലീനെയും എല്ലാവരെയും കൊണ്ടുവരികയും ചെയ്യണം. അപ്പം ഞങ്ങൾ അത്യാവശ്യം റൂമിന് നോക്കിക്കൊണ്ടിരുന്നു. വീടുകൾ കിട്ടാനായിട്ട്, റെൻറ്റിന് വീടുകൾ കിട്ടാനായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു തരത്തിലും എല്ലാ സൈറ്റുകളും നോക്കുമ്പോൾ അവർ ചോദിക്കുന്ന ക്രൈറ്റീരിയ 2 പേർക്ക് ജോലി. ആ സമയത്ത് ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. 2 പേർക്ക് ജോലി കാര്യങ്ങളെല്ലാം വേണം.
അങ്ങനെ രണ്ട് സ്ഥലത്തുനിന്ന് 2 ഏജൻസിക്കാരെ എന്നെ വിളിച്ചു. മാതാവിൻ്റെ പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ഓരോ തവണ നമ്മൾ ആപ്ലിക്കേഷൻ വായിക്കുമ്പോഴും നമ്മൾ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ വിടുന്നത്. ആ സമയത്തെല്ലാം രണ്ട് ഏജൻസിക്കാരാണ് നമ്മൾ വിളിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കളെയും കൊണ്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടണം. അവർക്ക് വിദ്യാഭ്യാസത്തിനായാലും സ്കൂൾ അടുത്ത് വേണം, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളും അത്യാവശ്യം കടകളും അടുത്തുള്ള ഒരു നല്ല ഒരു ഏരിയ തന്നെ കിട്ടണം എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ ഈ 2 വീടുകളും കാണാൻ പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് അവിടെ ആരും സൈഡിൽ ആ വീടിൻ്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അകമൊക്കെ കയറി കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഇത് തന്നാൽ മതി, അല്ലാത്ത പക്ഷം നമുക്കിത് തന്നിട്ട് കാര്യമില്ല. കാരണം അതിന് നമ്മുടെ റെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങണം, അങ്ങനത്തെ ഒരു വീട് തന്നെ തരണം എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ കണ്ട 2ാമത്തെ വീടാണ് എനിക്ക് ലഭിച്ചത്. അതൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള നല്ലൊരു വീട്, 2 ബാത്റൂമുള്ള. അത് ഞങ്ങളുടെ വീട് വന്ന് കണ്ടവരെല്ലാവരും പറഞ്ഞു, UK അങ്ങനെ 2 ബാത്റൂമും അറ്റാച്ച്ഡായിട്ട് വരുന്ന ഒരു വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതും ഗ്രൗണ്ട് ഫ്ലോറിൽ. അങ്ങനെ ആ ഒരു വീടിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടില്ല, ഫ്ലോറിലിട്ടിരിക്കുന്ന കാർപ്പറ്റ് മാതാവിൻ്റെ കളറായ ഗ്രേ കളറുള്ള ഒരു കാർപ്പറ്റാണ്. അങ്ങനെയും മാതാവിൻ്റെ ഒരു അടയാളം തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന പേഷ്യൻസിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മൾ മെൻ്റൽ സപ്പോർട്ട് നൽകാനും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യാനും മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ഞാൻ കണ്ട് അവരെ പരിപാലിക്കാൻ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ശ്രമിക്കുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ വളരെ കുറച്ച് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ UK പോയി. പിന്നീട് നമുക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിനുള്ള സഹായങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരോട് മാതാവിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. മാതാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളും എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ മാതാവിന് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ എനിക്കറിയാവുന്ന ഒരു കുട്ടി അവർ ഫാമിലി ഇവിടെ വന്ന് 1 വർഷം മുമ്പ് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടൊക്കെ മാതാവിനെ പറ്റി മാക്സിമം പറയാറും എല്ലാം തന്നെ ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഡെയിലി ബ്രെഡ്, അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഇതെല്ലാം കൂടാറുണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഉപവാസം എടുക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ എല്ലാ ദിവസവും ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഒരുപാട് നേരത്തെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഞാനിപ്പോൾ സാക്ഷ്യങ്ങളാണ് അടുക്കളയിൽ ഇങ്ങനെ സാക്ഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ മീൻസ് വർക്ക് പണിയുടെ സമയത്തായാലും എൻ്റെ ഹെഡ്സെറ്റ് വെച്ചിട്ട് അത് ഈ സാക്ഷ്യം കേൾക്കും. അത് നല്ലതാണെങ്കിൽ നല്ല അത്യാവശ്യം നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സാക്ഷ്യങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതവും കാരുണ്യ പ്രവർത്തികളും. മരണം വരെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നു. അതിന് മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചെയ്യാനും അതുപോലെ തന്നെ മാതാവ് അതിന് എന്നെ പ്രാപ്തയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. സങ്കീർത്തനം 126 6-ാം വചനമാണ്. നമ്മുടെ കണ്ണീർ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ പരിശ്രമം ഒരു നാൾ ഫലം കാണുമെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടിയിൽ നമുക്കുള്ളത്. കണ്ണീരോടെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോൾ ദൈവം ആനന്ദത്തിൻ്റെ കൊയ്ത്ത് നൽകിയാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടിയിൽ ഇന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസം നാളെ നമ്മുടെ വലിയ അനുഗ്രഹമായി വലിയ സാക്ഷ്യമായാണ്
നാളെ മാറുന്നത്. നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നിസ്സഹായതയെല്ലാം ദൈവസന്നിധിയിൽ കണ്ണീരോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിച്ച് സഹിക്കുമ്പോൾ നമ്മുടെ കണ്ണീര് ഒരിക്കലും വെറുതെ ആവില്ല. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ണീരോടെ വിത്തുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ കാലക്രമത്തിൽ ദൈവം അതിന് അനുഗ്രഹമാക്കി മാറ്റുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലെ ഓരോ നിമിഷവും നാം കേൾക്കുന്നത്. ശരണ്യ എന്ന മകളുടെ സാക്ഷ്യവും അതുപോലെ തന്നെയാണ്. സങ്കടത്തിൻ്റെ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിന് ശേഷം ഈ മകളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ ഒരു സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ആദ്യമായി IELTS എക്സാം എഴുതാൻ പോവുകയും ഒരു ജോലി കിട്ടി, അനസ്തേസ്യ ടെക്നീഷ്യനായിട്ടാണ് ദുബായിൽ ജോലി ചെയ്തിരുന്നത്. പിന്നീട് വേറൊരു ജോലിക്ക് വേണ്ടിയാണ് ശ്രമിച്ചത്. അതിനുള്ള സ്കോർ കിട്ടാനായിട്ട് പല പ്രാവശ്യവും ശ്രമിച്ചു. പിന്നീട് കറക്റ്റായിട്ടുള്ള ഒരു സ്കോർ നൽകിയാണ് ദൈവം അനുഗ്രഹിക്കുകയും പിന്നീട് എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഓരോ ഇൻ്റർവ്യൂവിന് പോയത്. പിന്നീടാണ് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിക്കുകയും ആ മകൾ പറഞ്ഞതുപോലെ വഴിയിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മകളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ ഇൻ്റർവ്യൂ എല്ലാം പാസ്സാകാൻ സാധിക്കുകയും നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. അതായത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്ടീഷണറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അത് എൻ്റെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തത്. ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് ഈ ജോലി നൽകി ഈശോയും അമ്മയെ അനുഗ്രഹിച്ചതെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് പറഞ്ഞ സാക്ഷ്യം മകനെ പറ്റിയാണ്. ലേണിംഗ് ഡിസേബിൾ, അതായത് സ്ലോ ലേണറായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞ പ്രകാരം ഈ മകൾക്ക് സങ്കടം തോന്നി. പക്ഷെങ്കിൽ ഉടമ്പടിയിലായിരുന്നു കൊണ്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച്, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ആ നിരാശപ്പെട്ട സമയത്ത് സ്വന്തം അമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മ എന്താ ചെയ്യുക? അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അക്രൈസ്തവ കുടുംബമാണ്. ആ കുടുംബത്തിലെ അമ്മ മകളോട് പറയുകയാണ്, മോടെ കയ്യിൽ ഉടമ്പടി തൈലമല്ലേ ഉള്ളതെന്ന്. ചില സമയത്ത് നമ്മുടെ സങ്കടപ്പെട്ട നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമുക്ക് വിശ്വാസ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അമ്മയിൽ നിന്നായിരിക്കും ഈ മകൾ അമ്മയെപ്പറ്റി, കൃപാസന അമ്മയെപ്പറ്റി അറിഞ്ഞത്. ആ സങ്കടപ്പെട്ട നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷത്തിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് സ്വന്തം അമ്മയിൽ കൂടെ സംസാരിച്ചത്. മോടെ കയ്യിൽ മോൾ എന്തിനാ പേടിക്കണേ, ഉടമ്പടി തൈലമല്ലേ ഉള്ളത്. അങ്ങനെ ആ മകള് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം മകൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് ആ മകന് ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്ന് ഡിസബിലിറ്റി മാറുകയും നല്ല മാർക്കോട് കൂടി പിന്നീട് പഠിക്കുവാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് കുഞ്ഞിനെ കാണാതായപ്പോഴും അതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സഞ്ചാരി മാതാവാണ്. UK-യിലായാലും ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനത്തിലെ മക്കൾ അമ്മയെ വിളിക്കുമ്പോൾ തന്നെ അമ്മ അവരുടെ കൂടെയുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകന് നൽകിയ സംരക്ഷണം. ആ മകനെ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒന്നും സംഭവിക്കാതെ, അവിടെ തൊട്ടടുത്ത് തോടുണ്ടായിരുന്നു, കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്, സൂപ്പർ മാർക്കറ്റിൽ പല റിഫ്യൂജീസ് ഉണ്ട്, എന്ത് വേണേലും സംഭവിക്കാമായിരുന്നു. പക്ഷെങ്കിൽ അതൊന്നും സംഭവിക്കാതെ ഈ മകനെ പൂർണ്ണ സംരക്ഷണം നൽകി അച്ഛൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. താമസ സൗകര്യവും അതുപോലെ തന്നെ UK-യിൽ ഒരു റെൻറ്റ് ഹൗസ് കിട്ടുന്ന വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ ഒരു അടയാളം നൽകി. അതായത് വീട് കാണാൻ പോയപ്പോൾ രണ്ടാമത്തെ വീട്ടിൽ ഗ്രേ കളറിൻ്റെ ഒരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു. അവിടെയും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഈ മകൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അമ്മയുടെ ആ സാന്നിധ്യം, സഞ്ചാരി മാതാവിൻ്റെ ആ സാന്നിധ്യം ഈ മകൾക്ക് അവിടെയും മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഉടമ്പടിയിൽ സന്തോഷത്തിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കൊയ്ത്താക്കി മാറ്റാൻ പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെയും കാരുണ്യവും അനുഗ്രഹവും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ നമ്മൾ ഈ സന്നിധിയിൽ വരുമ്പോൾ
കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ശരണ്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് തങ്കമണി. ഞാൻ കൊല്ലം ജില്ലയിൽ തേവലക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2023 ജനുവരിയിൽ എൻ്റെ ചേച്ചിയുടെ കൂടെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നത്. ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു മർത്തോമ സഭയിൽ വളർന്നവളാണ്. അതുകൊണ്ട് നമുക്കിതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ എല്ലാം കൃപാസനത്തിൽ എല്ലാം മാതാവമ്മച്ചിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കൃപകൾ കിട്ടുന്നു എന്ന് എല്ലാം ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ചേച്ചിയുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന ഞാൻ നേരെ ടോക്കൺ എടുക്കാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ടോക്കൺ എടുത്ത് ഉടമ്പടി അങ്ങ് എടുത്തു മേളിൽ ചെന്നു. അതിൻ്റെ പത്രിക എൻ്റെ കയ്യിൽ തന്നപ്പോൾ കുറേ നാളുകളായി 2018 ഞാൻ MGD സ്കൂളിൽ കയറിയതാണ്. പെർമനൻ്റ് അല്ലായിരുന്നു. അങ്ങനെ താൽക്കാലികമായി കയറിയതാണെങ്കിലും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ സ്ഥിരമാവണമെന്നുള്ളൊരു ഓഫീസ് സ്റ്റാഫായിട്ട്. അങ്ങനെ ഞാനിവിടെ വന്നു. പത്രിക എൻ്റെ കൈ കിട്ടിയ ഞാനൊന്ന് ഫോം ഫില്ലൊന്നും ചെയ്തില്ല. എങ്കിലും ആ പത്രികയും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സ്കൂളിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു, തങ്കമണി ഞാൻ ജൂൺ മാസം തൊട്ട് ഇനി ഇവിടെ സ്ഥിരമായെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് മാതാവ് എന്നെ ഏറ്റെടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. ഉടമ്പടി എടുക്കുന്നതിന് മുട്ട് തന്നെ മാതാവിൻ്റെ ഒരു അള്ളപ്പാടുണ്ടായതുപോലാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. അതിനെ ചേച്ചി പറഞ്ഞു, നിന്നെ ഏറ്റെടുത്തു മാതാവ്, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് നടത്തി തരും. അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുത്ത് 6 വിഷയങ്ങൾ വെച്ച് ഞാൻ വീട്ടിൽ പോയി. വെളുപ്പിലെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അതുവരെ ഇല്ലാത്ത ഒരു സമാധാനവും സന്തോഷവും എൻ്റെ ഹൃദയത്തിലുണ്ടാവും. എൻ്റെ വേദനകളെല്ലാം ഞാൻ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉരുകി തീരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ ഇല്ലാത്ത ഒരു സന്തോഷവും സമാധാനവും എൻ്റെ ഭവനത്തും എനിക്കുണ്ടായി. ആദ്യത്തെ അനുഭവം എനിക്ക് ജോലി സ്ഥിരമായി. രണ്ടാമത് ഞാനൊരു വീടിന് വേണ്ടി ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ വീടിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. മേൽക്കൂര നല്ല മേൽക്കൂരയല്ലായിരുന്നു. മഴ പെയ്യുമ്പോഴൊക്കെ പേടിയായിരുന്നു. വെള്ളം ഇടിയൊക്കെ വെട്ടുമ്പം പേടി. ഒരു ബാത്റൂമോ ഒരു വാഷ് ബേസോ ഒന്നുമില്ല. അച്ഛനൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴൊക്കെ കൈ കഴുകാൻ വേണ്ടി അടുക്കളയിൽ കയറി ആ വാഷ് ബേസ് ഇങ്ങനകത്ത് കൈ കഴുകുമ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, എനിക്കൊരു ഭവനം, ഒരു വാഷ് ബേസും ഒരു ബാത്റൂമും ഉള്ളൊരു ഭവനം എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. ഇത് മാതാവിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു. ജനുവരിയിൽ ഇവിടെ ഉടമ്പടി എടുത്തെങ്കിലും മെയ് മാസമായപ്പോഴത്തേക്കിന് ഒരു ദിവസം ഭയങ്കര ഇടിയും മിന്നലും ഉണ്ടായ സമയത്ത് മൊത്തം ഷോക്കടിച്ച് ഭിത്തിയിലൊന്നും തൊടാൻ വയ്യാത്തൊരവസ്ഥയിലുണ്ടായി. ഞങ്ങളങ്ങ് പേടിച്ച് റൂമിൻ്റെ പുറത്തിറങ്ങി ഞങ്ങളെല്ലാവരും നിൽക്കുക. അങ്ങനെ എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു കോൺട്രാക്ടർ വീട്ടിൽ വന്നു. ദൈവദൂതനെ പോലെ എൻ്റെ മാതാവ് കൊണ്ടുവന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞ്, പേടിക്കേണ്ട സഹോദരി, ഞാൻ പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ കടപ്പെടുത്തിയാലും ഒരു വീട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് മാസം 10-ാം തീയതി എനിക്ക് വീടിന് കല്ലിട്ടു. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കൈ പൈസ ഒന്നുമില്ല. മോളെ കെട്ടിച്ചെങ്കിലും അതിൻ്റെ ബാധ്യതകളൊന്നും തീരാത്തതുകൊണ്ട് വീടിനെ പറ്റിയുള്ളൊരു ചിന്തയില്ലായിരുന്നു. എങ്കിലും മാതാവിൻ്റെ ഒരു ശക്തി എന്നിൽ വന്നു. ആ കോൺട്രാക്ടർ പറഞ്ഞ് വീട് പണി തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ മെയ് മാസം 10-ാം തീയതി ഞാൻ വീട് പണി തുടങ്ങി. ഒരു KSFBയുടെ ചിട്ടി ഉണ്ടായിരുന്നു. അത് പിടിക്കാൻ ചെന്നപ്പം 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയായിരുന്നു. പക്ഷേ ആദ്യമേ ചെന്നപ്പോഴൊന്നും 4.5 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് ഞാനത് പിടിക്കാൻ പോയില്ല. അപ്പോഴും ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, എങ്ങനെ വീട് പണി മുമ്പോട്ട് കൊണ്ടുപോകും എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല. അങ്ങനെ അവർ പറയുന്നു, വിഷമിക്കണ്ട അമ്മ, വിഷമിക്കണ്ട, വീട് പണി നമുക്ക് പൂർത്തീകരിക്കാം, വിഷമിക്കണ എന്തിനാന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ മാസം ഞാൻ പിന്നെയും അമ്മയുടെ ഇവിടുന്ന് തന്നെ വെഞ്ചരിച്ച് കാശ് രൂപ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഞാൻ KSFB ഓഫീസിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 6.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ആ ചിട്ടി എനിക്ക് കിട്ടി. 1 മാസത്തിനകത്ത് വെച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി 6 ലക്ഷം രൂപ എൻ്റെ കൈ കിട്ടി. ഞാനത് കൊടുത്ത് പിന്നീടുള്ള അനുഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ ആ വീട് പണി പൂർത്തീകരിച്ചെന്നും ഒന്നും എനിക്കറിയത്തില്ല. 11 മാസം കൊണ്ട് ഞാൻ ഒരു ബാത്റൂമും ഒരു വാഷ് ബേസും ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുള്ളൂ. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്റൂമും 3 ബെഡ്റൂമും
എല്ലാം ഓർത്തെ ഒരു വീട് മനോഹരമായ 2 നില കെട്ടിടം എനിക്ക് പണിതുണ്ടായി. 2024 ഏപ്രിൽ 25-ാം തീയതി അതിൻ്റെ കൂതാശ നടന്നു. അങ്ങനെ മാതാവ് എനിക്ക് 2 അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് 2018 കിലോമീറ്റർ വൺ സൈഡ് 36 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വീലറിനകത്ത് യാത്ര ചെയ്യുമ്പോൾ പല കഷ്ടതകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നടുവിന് വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് ഞാൻ സ്കൂളിൽ വരെ എത്തുന്നത്. എങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നെന്ന് പോലും ഞാൻ അറിയത്തില്ല. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ ഇതുവരെ നടത്തി. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കുന്നപ്പോൾ അതുകൊണ്ടായിരുന്നു. അവരോട് വിശ്വസിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് എനിക്ക് മാതാവ് വെച്ച് നേടിത്തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞ് അവരങ്ങനെ വിശ്വസിച്ച് കുറേ പേര് അവിടെ നിന്ന് ഇത് ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് സുഖമില്ലാത്തവരുടെ അടുത്ത് ഞാൻ പോവും. നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേന് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് കൊടുക്കും, പ്രാർത്ഥിക്കും. രോഗികളായിട്ട് കിടന്ന് പൈസ കയ്യിലില്ലാത്തവർക്കൊക്കെ ഞാൻ എന്നാ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുകയുണ്ടായി. ഇതുവരെ എന്നെ എത്തിച്ച മാതാവിന് തിരുകുമാരനും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. പ്രഭാഷകൻ 51:11 അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. തങ്കമണി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ലഭിച്ച നിരന്തരമായ സംരക്ഷണം, അനുഗ്രഹം, സ്വപ്നത്തിൽ പോലും ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് കരുതിയത് അമ്മ മാതാവ് വഴികളൊരുക്കിക്കൊടുത്ത് വളരെ ബലവത്തായ മനോഹരമായൊരു ഭവനം സമയച്ചുരുക്കത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ സഹായിച്ചത്, ഈ നിയോഗങ്ങൾ സബലീകരിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടിയെടുത്ത ആദ്യ നാളുകളിൽ തന്നെ ആ ജോലി സ്ഥിരപ്പെടുകയും സുരക്ഷിതമായ ജോലിയെടുത്ത് മുന്നോട്ട് പോകുവാൻ അമ്മ വഴിതെളിച്ച് കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തത് വീടിനകത്തുണ്ടായിരുന്ന കഷ്ടതകളായിരുന്നു. അത് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ഒരാളെ പോലും വീടിനകത്തേക്ക് കയറ്റാൻ പറ്റാത്തത്ര കണ്ണീരും ഫീലിങ്ങോടുകൂടി ജീവിതം മുന്നോട്ട് പോയ സാഹചര്യങ്ങൾ, അവിടെയും പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ ഇടപെടലും സഹായവും ഒരു പുതിയ ഭവനത്തെക്കുറിച്ചുള്ള ആലോചനയിലേക്കും അതിന് സാമ്പത്തികമായ കാര്യങ്ങൾ അവിശ്വസനീയമാം അമ്മ മാതാവ് ഇടപെട്ട് ഈശോ ക്രമീകരിച്ച് നൽകി 1600 സ്ക്വയർ ഫീറ്റുള്ള വീട് പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ദൈവകരം പിടിച്ചുകൊണ്ട് ദൈവികമായ സംരക്ഷണയിൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. നമ്മൾ അമ്മ മാതാവിനോട് ചേർന്ന് ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റെന്തിനേക്കാൾ ഉപരി ഹൃദയശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനും തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും എന്തൊക്കെയാണോ അനിവാര്യമായിട്ടുള്ളത് ആ മേഖലകളെ തുറന്നു തരുന്ന ഒരമ്മ മാതാവിനെയും അതിനെ ആശീർവദിക്കുന്ന ഈശോ തമ്പുരാനെയും നമുക്ക് കാണാനാവും. അതിൻ്റെ ജീവസുറ്റ അനുഭവങ്ങളാണ് ഓരോരുത്തരും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. കണ്ണീരോടെ വരും, തകർന്നു വരും, പരാജയങ്ങളുടെ കെട്ടുപാഠവുമായി വരും. പക്ഷേ അമ്മയെ കണ്ടുമുട്ടി അമ്മയുടെ സ്നേഹം ആർജിച്ച് അമ്മയ്ക്ക് വിശ്വസിക്കുവാനാവുന്നൊരു ജീവിതം നമ്മുടെ ചുരുങ്ങിയ കാലം കൊണ്ട് നാം ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അമ്മ മാതാവ് എടുത്തുയർത്തുന്ന ഈശോ അനുഗ്രഹിച്ച് സംരക്ഷിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകും, ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പറയുന്നത്. ജോലി സ്ഥിരതയിലൂടെയും പുതിയ ഭവനത്തിൻ്റെ നിർമ്മിതിയിലൂടെയും ആ കുടുംബത്തിന് എന്തൊക്കെയായിരുന്നു ഈ നാളുകളിൽ ഒരിക്കലും സാധിക്കാൻ പറ്റില്ലെന്ന് കരുതിയ വിഷയങ്ങൾ അതിന്മേൽ ദൈവം ഇടപെട്ടത്. അത് നമ്മൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ
ദൈവത്തിൻ്റെ വലിയ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്നത് കാണുവാനാവും. ലോണെടുക്കുവാൻ പോകുമ്പോൾ, ഭവന നിർമ്മാണം തുടങ്ങുമ്പോൾ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചുവെന്ന സഹോദരി പറയുമ്പോൾ, ഞാനിത് എൻ്റെ കഴിവിലല്ല, എൻ്റെ കരത്തിലുള്ള പണത്തിനുമല്ല, ദൈവമേ നിന്നിൽ മാത്രം, നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ നേർച്ച വസ്തു ഉപയോഗിക്കുമ്പോൾ ഇതിന് ഈ തുടക്കം മുതൽ ഒടുക്കം വരെ വന്നു ചേരാവുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ഇല്ലായ്മകളെയും ദൈവശക്തിയാൽ നീങ്ങിപ്പോകണമേ എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് ഈ നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെ സഫലമായെന്ന് ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് മാതാവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ എനിക്ക് കയറി വന്ന് പറയാൻ സാധിച്ചത്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് OET പാസ്സായതിനെ പറ്റിയായിരുന്നു. OET പാസ്സായ തന്നെയും നമുക്ക് അയർലൻഡിൽ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകണം. എന്നെ സംബന്ധിച്ച് ഞാനൊരു 10 ഇയർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. സോ പഠനം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാക്കിയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എന്നെക്കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതി. അമ്മയെ മുറുകെ പിടിച്ചു, ഞാൻ പഠിക്കാൻ തുടങ്ങി. അമ്മ നല്ല ധൈര്യം തന്നു എനിക്ക്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഫെയിലാകും, ഇതെന്തിന് ഞാൻ ഇതിന് അപ്പിയർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വരെ ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ ഞാൻ ചിന്തിച്ചു, അമ്മ എന്നെ OET പാസ്സാക്കിയെങ്കിൽ പിന്നെ എനിക്ക് എന്നെ ഏതായാലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പാസ്സാക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഏതായാലും ജയിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമേ ഞാൻ ജയിക്കുകയുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് ഞങ്ങൾക്ക് 14 സ്റ്റേഷൻ നമ്മൾ അപ്പിയർ ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റേഷൻ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നെർവസായി, ടെൻഷനായി, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 തുള്ളി എടുത്ത് നാവിൽ വെച്ചു, ധൈര്യമായിട്ട് കയറി ഫസ്റ്റ് ഒരു കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റി. പുറത്തിറങ്ങിക്കഴിഞ്ഞു, പിന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ധൈര്യമാണ്. ഫസ്റ്റ് സ്റ്റേഷൻ ഓക്കെ ആയി, ഇനിയിപ്പോൾ അങ്ങോട്ട് കീച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. ഒരു കുഴപ്പമില്ല. ഓരോ സ്റ്റേഷനിലും എനിക്ക് ഭയങ്കര കൂളായിരുന്നു. ഇൻ്റർലോക്യൂട്ടറൊക്കെ ഭയങ്കര കൈൻഡായിട്ട് ബിഹേവ് ചെയ്തത്. എൻ്റെ പുറകെ ഈ എക്സാം കഴിഞ്ഞ് എൻ്റെ പുറകെ വന്നവരൊക്കെ പറഞ്ഞു, എൻ്റെ ദൈവം എന്ത് റൂഡായിട്ടാണ് സ്ത്രീ എന്നോട് പെരുമാറിയെന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്നോടൊക്കെ ഭയങ്കര കൂളായിരുന്നല്ലോ, ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കുന്നവർ കാണല്ലോ എന്നോടൊക്കെ സംസാരിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു, മാതാവിനെ കൊണ്ടാണ് ഞാൻ പോയത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഈസി ആയി തന്നെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ എക്സാം എനിക്ക് നന്നായി അപ്പിയർ ചെയ്തു, ഞാൻ പാസ്സായി. പിന്നെ അടുത്ത കടമ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിൽ പാസ്സാകണം. അങ്ങനെ 2-3 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഒന്നും സെറ്റായില്ല. അത് കഴിഞ്ഞ് ജൂൺ 20 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഈ ദിവസങ്ങളിൽ എനിക്ക് ഗിഫ്റ്റായിട്ട്, എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്നത് കേൾക്കാം, ഗിഫ്റ്റ് തരണേ മാതാവേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ജോബ് ഗിഫ്റ്റായിട്ട് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 20th എനിക്ക് ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാനോർത്ത് ഇതായിരിക്കും മാതാവ് എനിക്ക് തരാൻ പോകുന്നേ എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചു. പക്ഷേ അന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. 20th അറ്റൻഡ് ചെയ്തതിന് ഫെയിലായി. അത് കഴിഞ്ഞ് 20th ഇൻ്റർവ്യൂ കോൾ വന്ന ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റി. മാതാവിൻ്റെ തൈലം ഞാൻ നാവിൽ തട്ടി, ഉപ്പ് കൈ കരുതി, നല്ല രീതിയിൽ എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റി. അവരും ഭയങ്കര സോഷ്യലായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായില്ല. നല്ല രീതിയിൽ എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്കൊരു ജോലി സെറ്റായി, കുഴപ്പമില്ലാതായി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സെറ്റായി, എവറിത്തിങ് ഫൈൻ. ഇനിയിപ്പം കുറച്ച് ദിവസം ഞങ്ങൾക്ക് ഒരു 2 മാസത്തോളം നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, പേപ്പർ വർക്കൊക്കെ ചെയ്യാനായിട്ട്. പയ്യെ എല്ലാം സെറ്റായ സ്ഥിതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചെയ്യും. പക്ഷേ ടൈം അങ്ങ് ഇതായിപ്പോയി. 5:30 എന്നുള്ളത് ചിലപ്പോൾ 6 ആയി, 7 ആയി, അങ്ങനെയൊക്കെ അങ്ങ് ചെറിയ ലാഗിങ് അങ്ങ് വന്നു. അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് വരുന്നൊരു ഇഷ്യൂ വന്നായിരുന്നു. വർക്ക് പെർമിറ്റിന് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെയാണ് അപ്ലൈ ചെയ്തത്. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തത്. പക്ഷേ അത് അപ്രൂവ് ആയി വന്നത് അവൾക്ക് ആദ്യമേ വന്നു, എൻ്റെ വന്നില്ല. അതെനിക്ക് മനസ്സിലായി, അമ്മ എന്നെ പിടിച്ചതാണ്. ഒരു ലേസിനെസ് കാണിച്ചപ്പം അമ്മ എനിക്കൊരു ചെറിയൊരു
പണിഷ്മെൻ്റായിട്ട് തന്നാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അമ്മയോട് ഒത്തിരി സോറി പറഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ 2-3 ദിവസത്തിന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. 3-ാം ദിവസം എനിക്ക് വർക്ക് പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. 5:30 സമയമുണ്ട് എഴുന്നേറ്റിരിക്കും. ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ അതുകൂടാതെ അച്ഛൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ചത്തെ ഒരു ടോക്കിൽ അച്ഛൻ പറഞ്ഞു കുറേ മടിച്ചുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ 5:30 കഴിഞ്ഞ് 5:00 6 എപ്പോഴേലുമൊക്കെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലാം എന്നുള്ളൊരു, അങ്ങനെയൊന്നും പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞൊരു ടോക്ക് ഉണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് എനിക്കിട്ട് തന്നെയാണ് ഉള്ളതാന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പ്രാർത്ഥനയൊന്നും കറക്റ്റ് സമയത്ത് ഞാൻ പ്രാർത്ഥനയിലും ബൈബിള് വായിക്കും. ഉടമ്പടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. 3-ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ അയർലൻഡ് ജോബും കിട്ടി സെറ്റായി. അപ്പം നമ്മൾ വേറൊരു റെൻറ്റ് ഹോമിൽ പോകണം. നമുക്ക് താമസിക്കാൻ ഒരു ഇന്ത്യൻ ഫാമിലിയുടെ കൂടെയാണ് കിട്ടിയത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അടുത്ത ഒരു പള്ളി, എനിക്കെന്നും പള്ളിയിൽ പോകണമെന്നൊരു ഭയങ്കര ഇതുള്ള കൂട്ടത്തിലാണ്. ഞാൻ അവധിയുള്ള ദിവസം എല്ലാം ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭൂതിയാണ്. പരിശുദ്ധ കുർബാന എനിക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു വിഷമമാണ്. എന്തോ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നിടത്തും പള്ളി അടുത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ 2ാമതും റെൻറ്റ് ഹോമിൽ പോയപ്പോഴും അവിടെ തൊട്ടടുത്ത് നടക്കാനുള്ള വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പള്ളി. അതുകൊണ്ട് എന്നും പള്ളിയിൽ പോകും. ഈവൻ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകും. ഇരുന്ന് ഉറങ്ങും ചില സമയത്ത്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് പോയില്ലേ പ്രശ്നം. എന്തോ ഭയങ്കര ഒരു വിഷമമാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെ ജോലി അവിടെ നിന്ന് ചെയ്തു. അങ്ങനെ അങ്ങ് പോയി ഡ്യൂട്ടിയൊക്കെ ആയി സെറ്റായി. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ട്രബിളിൽ ചെന്ന് പെട്ടത്, ഫാമിലി വിസയ്ക്ക് വെച്ചു, ഫാമിലിയെ കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ ഫാമിലി വിസയ്ക്ക് വെച്ചാൽ നമുക്കവിടെ ഒരു സ്വന്തമായിട്ടൊരു അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള റൂം എടുക്കണം നമ്മൾ റെൻ്റായിട്ട്. ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് 1 റൂമേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് സിംഗിളായിട്ട് താമസിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഫാമിലി ആയിട്ടാകുമ്പോൾ നമുക്ക് 2-3 റൂമൊക്കെ വേണം. അങ്ങനെ ഞാൻ ഒരു ലാൻഡ് ലോഡിനെ അപ്രോച്ച് ചെയ്തു. അവരെനിക്ക് എല്ലാം സെറ്റാക്കി തന്നു. അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള റൂം. കുറച്ച് ദൂരമുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്ന്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ബസ്സിൻ്റെ ഫെസിലിറ്റി ഇല്ല, നമ്മൾ തന്നെ കാർ ഓടിച്ച് പോകണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ലേണേഴ്സ് ലൈസൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു വിഷമമായിട്ട് എനിക്ക് തോന്നി. എന്നിരുന്നാലും ഫാമിലിയെ കൊണ്ടുവരണമല്ലോ, ഇനി വീട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവല്ലോ എന്ന് ഞാൻ ചാടി അവർ പറഞ്ഞ പൈസയ്ക്ക് ഞാൻ റൂം ബുക്ക് ചെയ്തു, ഹോം ബുക്ക് ചെയ്തു. അങ്ങനെ എല്ലാം ചെയ്തു, എഗ്രിമെൻ്റ് എല്ലാം ചെയ്തു, സൈൻ ഇട്ട് കൊടുത്തു, എവറിത്തിങ് ഫൈൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കാൻ പറ്റി. അവർ ഐറിഷ് ആണ്. അവൻ പറഞ്ഞു ഞാൻ എടുത്ത റൂം റെൻറ്റ് ഹോം ഭയങ്കര, അതിൻ്റെ നിയർ നെയ്ബേഴ്സൊക്കെ ഭയങ്കര ബാഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡ്രഗ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയ അല്ല. അതുകൊണ്ട് നീ എന്നാന്ന് നിൻ്റെ ഇഷ്ടം. അപ്പം ഞാൻ ആകപ്പാടെ നെർവസായി. എന്ത് ചെയ്യാം, ഞാൻ തന്നെയുള്ളൂ, ഫാമിലി ഇല്ല, എന്നെക്കൊണ്ട് തന്നെ അത്ര വലിയ കഴിവുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. അപ്പോൾ ആ ഐറിഷ് ചെറുക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറയണ ഒരു ഇതുണ്ടല്ലോ, മാളത്തിലാണ് പോയി കൈവച്ച് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കൊരിക്കലും ഒരു സിംഗിൾ പൈസ പോലും നിനക്ക് കിട്ടില്ല. ഞാൻ ഓൾറെഡി 1 മന്ത് സാലറി, 1 മന്ത് റെൻറ്റ് കൊടുത്തു, പിന്നെ ഡെപ്പോസിറ്റും കൊടുത്തു. അങ്ങനെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ പൈസ വിട്ടേക്ക് കേട്ടോ, നിനക്ക് നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി, പൈസ വിട്ടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഒന്ന് പോയി ചോദിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു, നിനക്ക് അയാളേടി അത്രയ്ക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾ ഇച്ചിരി ഹാർഡ് പേഴ്സണാണ്, അത്രയ്ക്കൊന്നും നിൻ്റെ കൺവിൻസിൽ അവൾ വീഴില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ സംസാരിച്ച് നോക്കട്ടെ, പറ്റുമെന്ന് നോക്കാമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾക്ക് ആലപ്പുഴ ഒരു മാതാവുണ്ട്, ആ മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളൂ, ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ മാതാവ് ബാക്കി കാര്യം നോക്കിക്കോളൂ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അവനോട്. എന്നിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. എന്നിട്ട് അവരുമായിട്ടൊരു മീറ്റിങ്ങിന് ഒരു മെയിൽ വിട്ടു. അവർ എഗ്രി ചെയ്തു, അവരെ കണ്ടു, സംസാരിച്ചു. അവരൊരു വേർഡ് പോലും എൻ്റെ അടുത്തൊരു ബാഡ് വേർഡായിട്ട് ഒരു വേർഡ് പോലും പറഞ്ഞില്ല. നിനക്ക് റീഫണ്ട് വേണോ? ഓക്കെ ഫൈൻ, യു ക്യാൻ. പൈസ എടുത്തുണ്ട് എൻ്റെ അടുത്തെടുത്ത് കയ്യിലെടുത്ത് തന്നു പൈസ. അപ്പോൾ ഭയങ്കര സർപ്രൈസ്. അവിടെ ഉണ്ടായിരുന്ന ഐറിഷ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ മൊത്തം ഐറിഷ് നേഴ്സസാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻസ് ഇല്ല അങ്ങനെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒരു ഇന്ത്യൻ ലേഡി പോയി അവരോട് സംസാരിച്ച് അവിടെ നിന്ന്
റീഫണ്ട് മേടിച്ചതിൻ്റെ ഇതോർത്ത്. അങ്ങനെ മാതാവിനെ ഒത്തിരി 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 ഓരോ സിംഗിൾ മൊമെൻറ്റിലും മാതാവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഈ നിമിഷം വരെ. ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഏരിയയിലാണ്. അത്യാവശ്യം നമുക്ക് നല്ല പേഷ്യൻസ് വേണം. നമ്മൾ പിള്ളേരെ എങ്ങനെ നോക്കുന്നു ആ രീതി വേണം നമ്മൾ നോക്കാൻ. എന്നെ സംബന്ധിച്ച് നല്ലൊരു ഹൈ ട്രംപർ ടീമാണ്. ഞാൻ രണ്ടടിക്കുന്ന ആ ഒരു ടൈം ഇതായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അങ്ങനെയില്ല, എല്ലാവരും ചിരിച്ചോണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്. അപ്പോൾ എല്ലാവരും പറയും വന്നല്ലോ മാലാഖ വന്നല്ലോ. എങ്ങനെയാണ് എന്നെ എല്ലാവരും കളിയാക്കുന്നതല്ല, അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രസൻസ് ഒരു കഴിവ് കിട്ടി ഞാൻ ഈ ഉടമ്പടി എടുത്തേ. പിന്നെ നാട്ടിൽ പൈസ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ച് എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ. നാട്ടിലോട്ട് പൈസ അയക്കും, ഇപ്പം നാട്ടിലുള്ളവർ അവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കും, അങ്ങനെയാണ്. പിന്നെ ബൈബിൾ വായന വളരെ ഇമ്പ്രൂവായി. ഞാൻ നോർമലി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒരു നേർച്ച എന്നുള്ള രീതിയിലായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം വളരെ കറക്റ്റായിട്ട് ഒരു അരമണിക്കൂറല്ല അതിൽ കൂടുതലും സമയം കിട്ടുന്ന നമുക്ക് വായിച്ചു വിടും. നമുക്കൊരു അനുഭൂതി അത് വായിക്കുമ്പം നന്നായിട്ട് മനസ്സിലാക്കും. 1-2 വശമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി നേരത്തെ വായിച്ചതിലും കൂടുതലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. സഭാന്നുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ 1 പറഞ്ഞാൽ 2 പറയാമെന്നുള്ളതാണ്. അതിലൊത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഏരിയ അങ്ങനെയാണ്. നമ്മളെ നന്നായിട്ട് പേഷ്യൻസ് പഠിപ്പിക്കും. നമുക്ക് നല്ല രീതിയിൽ ഏതായാലും വേണം, അവിടെ നല്ല ക്ഷമ വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. നമ്മളൊരു കൊച്ചിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ വേണം നമ്മൾ നോക്കാനായിട്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. 1000 നന്ദി മാതാവിന്. തോബിത്ത് 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക, അവ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ അനുവദിക്കരുത്. പ്രിയ തോമസ് എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടത്. മകൾ പറഞ്ഞ 2 പ്രധാന ജീവിതാനുഭവങ്ങൾ, അമ്മയുടെ ഇടപെടലുകൾ. ഒന്ന്, അയർലൻഡിലുണ്ടായിരുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മകൾക്ക് വിജയം ലഭിച്ചത്. 2, ഒരു ഭവനം വാടകയ്ക്കെടുക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ച് പണം കൈമാറിയിട്ട് അതിത്തിരി സാഹചര്യങ്ങൾ ശരിയല്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും അപ്രോച്ച് ചെയ്തപ്പോൾ മറ്റ് ക്ലേശങ്ങളില്ലാതെ എല്ലാവരും ഒത്തിരി ഭയപ്പെടുത്തിയെങ്കിലും ഒരു പ്രയാസവുമില്ലാതെ പണം തിരികെ കിട്ടുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അമ്മ മാതാവ് കൊണ്ടെത്തിച്ചതുമാണ്. ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ സഹോദരി പറയുന്നുണ്ട്, അതെല്ലാവരും അകത്ത് കയറിയിട്ട് ഒരു ഭീകരജീവിയെ കണ്ടതുപോലെ ആ ടെസ്റ്റിലുണ്ടായിരുന്ന ഇൻവിജിലേറ്ററിൻ്റെ സംസാരങ്ങളും രീതികളുമൊക്കെ ഇഷ്ടപ്പെടാതെ പുറത്തേക്ക് വന്നു. എന്നാൽ മകളകത്ത് കയറിയപ്പോൾ യാതൊരു ക്ലേശവുമില്ലാതെ ശാന്തതയോടെ സംസാരിച്ച് സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് ആ പരീക്ഷയ്ക്ക് വിജയം നൽകിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. അത് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളോടൊപ്പം ഒരു അമ്മ മാതാവും ഈശോയും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് ഏത് പ്രതികൂലമായ സാഹചര്യത്തിൽ ചെന്ന് കയറിയാലും അവിടെയുള്ള മനസ്സുകളെ മാറ്റുവാൻ, സാഹചര്യങ്ങൾക്കൊരു പരിവർത്തനം വരുത്തുവാൻ, കാര്യങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ ആയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ ഓരോന്നും ക്രമീകരിക്കുന്നുവെന്നതാണ് ആ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് വരെ പോയയാൾ കണ്ട ആളല്ല അവിടെ ഇരിക്കുന്നത്, സംസാരിച്ച രീതിയിലല്ല എന്നോട് സംസാരിക്കുന്നത്. ആ മുഖത്തെ കാർക്കശ്യവും മറ്റ് പെരുമാറ്റങ്ങളുമൊക്കെ ഈ വ്യക്തി കയറി ചെല്ലുമ്പോൾ പാടെ മാറിക്കൊണ്ട് ഒരു ഏഞ്ചലിക് കോൺവെർസേഷനിലൂടെ കാര്യങ്ങൾ മാറുകയാണ്. അത് ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു കവറിംഗ് ആണ്, സംരക്ഷണമാണ്. അത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. പിന്നെ 1-2 കാര്യങ്ങൾ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന് സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ മതിയോ? ഇത് ഉടമ്പടി കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണം സമയവുമായി ബന്ധപ്പെട്ടതാണ്. 2:30 അമ്മ സന്ദേശം കൈമാറുന്നത്. ഹൃദയഘടികാരത്തിൽ 10ലേക്കും 8ലേക്കും നിൽക്കുന്ന
സൂചികൾ കാണിച്ചുകൊണ്ടാണ് സന്ദേശം നൽകുന്നത്. സമയം കുറവാണ് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിന് ഓടിത്തിരിവാനുള്ള സമയം കുറവാണ്. ഈ ചുരുക്ക സമയത്തിനുള്ളിൽ എനിക്കൊത്തിരി കാര്യങ്ങൾ ലോകത്തിന് കൈമാറാനുണ്ട്, ലോകത്തെ നവീകരിക്കുവാനുണ്ട്, ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാനുണ്ട്. ഈ അനേകം ആത്മാക്കളെ നേടുന്ന സന്ദേശമാണ് അമ്മ മാതാവ് 2:30 ഈ ആലയത്തിൽ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട് കൈമാറുന്നത്. ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥിക്കുന്നതിന് ഏതാണോ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന സമയം, ആ സമയത്തെ നമുക്ക് ആദരിക്കുവാനായിട്ട് ഉത്തരവാദിത്തമുണ്ട്. അതിൽ വന്ന വീഴ്ചകൾ തൻ്റെ അനുഗ്രഹങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് സഹോദരി സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. മറ്റൊന്ന്, മാതാവ് ശിക്ഷിക്കുമോ? ശിക്ഷിച്ചുവെന്നൊരു വാചകം പറയുന്നത് കേട്ടു. ശിക്ഷയായിട്ടാണോ അതിനെ കാണേണ്ടത്? അതിന് മറ്റൊരർത്ഥമല്ലേ ഉള്ളത്. നമ്മൾ ഉടമ്പടി ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. ഉടമ്പടിയിലുള്ള എല്ലാവർക്കും അറിയാം, പരസ്പര വിശ്വസ്തതയുടെ കൊടുക്കൽ വാങ്ങലാണിത്. ഞാൻ എൻ്റെ ജീവിതത്തെ കൊടുക്കുന്നു, ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു, സമ്പന്നമാക്കുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മളൊരു ലോൺ എടുത്ത് തിരികെ അടയ്ക്കാതിരുന്നാൽ പിഴ വരുമല്ലോ, പെനാൽറ്റി വരില്ലേ? അങ്ങനെ കണ്ടാൽ മതി. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ എൻ്റെ തന്നെ അലസത കൊണ്ട് ചില കാര്യങ്ങൾ വീഴ്ചകൾ വന്നാൽ ചില പെനാൽറ്റികൾ നിർബന്ധമായും ചോദിക്കും. അത് ചിലപ്പോൾ പിഴയായും കൂട്ടുപലിശയായും ഒക്കെ അടയ്ക്കേണ്ടി വരും. അടച്ചു തീരുമ്പോൾ ട്രാക്ക് ക്ലിയർ ആകും. അതാണ് സൂചിപ്പിച്ചത്. ഞാനത് എൻ്റെ ജീവിതത്തിൽ വന്ന ചില അലസതകൾക്ക് എനിക്ക് ശിക്ഷിച്ചതായി തോന്നുന്നു. ശിക്ഷയായിട്ടല്ലത്. നീ ചെയ്ത ബൈലാറ്ററൽ എഗ്രിമെൻറ്റിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ നിന്നെ നിരന്തരം ബ്ലസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നീ പുറകോട്ട് പോകുന്നു? ഞാൻ നിനക്ക് നിരന്തരം ഉടമ്പടിയുടെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് നിന്നെ കൈവളയിൽ സൂക്ഷിച്ചിട്ട് നീ എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? അത് നിശ്ചയമായും ഈശോയ്ക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ആ ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലുള്ളവർ മറുപടി കൊടുക്കേണ്ടവരുമാണ്. മറ്റൊന്ന്, പള്ളിയിൽ പോയിരുന്ന് ഉറങ്ങുന്ന കാര്യം പറഞ്ഞു. അത് ഉറങ്ങാൻ വേണ്ടി പള്ളിയിൽ പോകേണ്ട കാര്യമില്ല. അത് ദിവ്യകാരുണ്യ ആരാധനയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ പോയി ഇരിക്കുന്നതാണ് സൂചിപ്പിച്ചത്. അവിടെ പോയി ഉറങ്ങിയാലും വലിയ രീതിയിൽ കുഴപ്പം തോന്നിയില്ലെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ലവ് മെഷർ ചെയ്യേണ്ട ഒരവസ്ഥയാണത്. നമുക്ക് നമ്മുടെ ഈശോയോടുള്ള ആ സ്നേഹത്തെ മെഷർ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. എനിക്ക് വളരെ അഗാധമായ പ്രണയമുള്ള ഒരാളോട് ആളുടെ അടുത്ത് പോയിരുന്നിട്ട് നാം ഉറക്കം തൂങ്ങുമോ? അതോ വൈകാരികമായ തീഷ്ണതയോടു കൂടി സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്യുമോ? അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഈ ഒരു ലവ് കണ്ടൻറ്റ് കുറയുന്നുവെങ്കിൽ അതൊന്ന് ഓർക്കണം. എന്നിട്ട് ആരുടെ അരികിൽ എന്തിനു വേണ്ടി എത്ര നേരത്തേക്ക് ഞാൻ വന്നിരിക്കുന്നുവെന്ന് ആലോചിച്ചാൽ നമുക്ക് ആ കുടുംബ പ്രാർത്ഥനയിലെ ഉറക്കം, പള്ളിയിൽ പോയുള്ള ഉറക്കം, അലസതയോടെയുള്ള പെരുമാറ്റം, ദിവ്യകാരുണ്യ സന്നിധിയിൽ വരുന്ന മയക്കം, ഇതൊക്കെ മാറിപ്പോകും. കാരണം ലവ് കോഷ്യൻ്റ് എത്ര കണ്ട് ഉയർന്നു നിൽക്കുന്നുവോ നമുക്കവിടെ സംസാരിക്കാൻ പോലും നേരം കാണത്തില്ല. നമുക്ക് നമ്മുടെ വൈകാരികമായ അവസ്ഥകളെ പങ്കുവയ്ക്കാൻ പോലും നേരം തികയില്ല. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കണം, അത് ചെന്നെത്തിയാൽ മാത്രം പോരാ, എന്തിന് ചെന്നെത്തിയെന്ന തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ കൂടി നമുക്ക് പറ്റണം. മറ്റൊരു തിരുത്ത് സഹോദരി കൃത്യമായി പറഞ്ഞു. നേർച്ച പോലെ ബൈബിൾ വായിച്ച ജീവിതമാണ് അത്. കൊന്തയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് പാട്ടുപാടുന്നതിന് മുമ്പ് എന്തെങ്കിലും വായിച്ചേക്കാമെന്ന് കരുതി നേർച്ചയിടുന്നത് പോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ബൈബിൾ വായിച്ച രീതിയിൽ നിന്ന് ഇപ്പോൾ അനുഭൂതിയായി ഓരോ തവണ ഒരേ വചനഭാഗം വായിക്കുമ്പോൾ പുതിയ ഉണർവുകൾ, ഉൾക്കാഴ്ചകൾ, അർത്ഥതലങ്ങൾ, ദൈവാനുഭവങ്ങൾ അമ്മ മാതാവ് കൈമാറുന്നുവെന്ന് പറയുന്നതിന് കാരണം ഉടമ്പടിയിലാണോ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ഒരു ചെറിയ കാര്യമല്ല. ഉടമ്പടി ദൈവത്തോടുള്ള വിശ്വസ്തമായ ബന്ധത്തിന് ദൈവം നിരന്തരം കരം പിടിച്ച് കയ്യൊപ്പ് ചാർത്തി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ അത് കോസ്റ്റ്ലിയാണ്, വിലയുള്ളതാണ്. ആ മൂല്യത്തോടു കൂടി കാണുമ്പോൾ നമ്മുടെ ജീവിതം കുറേ കൂടി ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരും. നാം സ്പിരിച്വലി അപ്ലിഫ്റ്റ് ആവും. ദൈവം അനുഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ കാണുവാനും നന്ദിയോടുകൂടി അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കുവാനും നമ്മളെ അവിടുന്ന് സഹായിക്കും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അപൂർവമായ വിജയങ്ങൾക്കും ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്
കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്